സ്വാഗതം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. നോക്കാം തലക്കെട്ടുകൾ. അധിക്ഷേപ പരാമർശവുമായി അടൂർ ഗോപാലകൃഷ്ണൻ. പട്ടികജാതി വിഭാഗത്തിൽ നിന്നും സിനിമയെടുക്കാൻ വരുന്നവർക്ക് ആദ്യം ട്രെയിനിങ് നൽകണമെന്ന് വിമർശനം. സ്ത്രീകളായതുകൊണ്ട് മാത്രം അവസരം കൊടുക്കരുതെന്നും അടൂർ. പരാമർശം സർക്കാരിന്റെ സിനിമാ കോൺക്ലേവിൽ. പ്രതിഷേധമുയർത്തി സദസ്സ്. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിവാദം തുടരുന്നു. BJPക്കെതിരെ കടുത്ത നിലപാടിലേക്ക് കത്തോലിക്ക സഭ. കേന്ദ്ര സർക്കാരിനെതിരെ ദീപിക. BJP സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഹിന്ദു സംഘടനകൾ രംഗത്ത്. അനുജന്റെ ലഹരിക്കേസിൽ വെട്ടിലായി PK ഫിറോസ്. യൂത്ത് ലീഗ് അധ്യക്ഷ സ്ഥാനം രാജി ആവശ്യപ്പെട്ട് ഇടതുപക്ഷം. PK ബുജൈർ റിമാൻഡിൽ. മാതൃകാപരമായ ശിക്ഷ നൽകണമെന്ന് ഫിറോസ്. PJ ജോസഫ് മകനായി വഴിമാറുന്നു. തൊടുപുഴയിൽ അപ്പു ജോസഫിനെ മത്സരിപ്പിക്കാൻ നീക്കം. നേതാക്കൾക്കിടയിൽ ധാരണയായതായി സൂചന. പാർട്ടി പരിപാടികളിൽ സജീവമാക്കാൻ അപ്പു ജോസഫ്. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ്. കടലാക്രമണത്തിന് സാധ്യത. ചടയമംഗലത്ത് കുളിമുറിയുടെ ഭിത്തി ഇടിഞ്ഞ് വിദ്യാർത്ഥിനിക്ക് പരിക്ക്. പാലക്കാട് മകളെ ശല്യപ്പെടുത്തിയതിന് ചോദ്യം ചെയ്ത പിതാവിന്റെ ഓട്ടോറിക്ഷ കത്തിച്ചു. മേമ്പറമ്പ് സ്വദേശി അറസ്റ്റിൽ. ചേർത്തലയിലെ തിരോധാന കേസ് അന്വേഷണം നിർണായക ഘട്ടത്തിൽ. സെബാസ്റ്റ്യനെ നാളെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കും. ധർമ്മസ്ഥലയിലെ മണ്ണ് നീക്കി പരിശോധന വേഗത്തിൽ പൂർത്തിയാക്കാൻ അന്വേഷണ സംഘം. ഓവൽ ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. പരമ്പര സ്വന്തമാക്കാൻ ഇംഗ്ലണ്ടിന് വേണ്ടത് 210 റൺസ്. സമനില പിടിക്കാൻ ഇന്ത്യയുടെ ലക്ഷ്യം 7 വിക്കറ്റ്. ബെൻ ഡിക്കൻറ്റിന് അർദ്ധ സെഞ്ചുറി. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കിടക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ സിനിമാ കോൺക്ലേവിൽ അധിക്ഷേപ പരാമർശവുമായി അടൂർ ഗോപാലകൃഷ്ണൻ. പട്ടികജാതി വിഭാഗത്തിൽ നിന്നും സിനിമയെടുക്കാൻ വരുന്നവർക്ക് ട്രെയിനിങ് നൽകണം. ചലച്ചിത്ര വിഹിത കോർപ്പറേഷൻ പണം വെറുതെ നൽകരുത്. 1.5 കോടി നൽകുന്നത് വളരെ കൂടുതലാണ്. സ്ത്രീകളായതുകൊണ്ട് മാത്രം അവസരം കൊടുക്കരുതെന്ന പരാമർശവും ഉണ്ടായി അടൂരിന്റെ ഭാഗത്തു നിന്നും. സദസ്സിലുണ്ടായിരുന്ന ഒരു വിഭാഗം പരാമർശത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തുകയും ചെയ്തു. ഗവൺമെൻറ് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കുന്ന ഒരു പണമെടുക്കാൻ കൊടുക്കുന്ന തുക 1.5 കോടി രൂപയാണ്. ഇത് ഞാൻ ഒരിക്കൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെൻറ്. ബഹുമാനപ്പെട്ട സാമ്പത്തിക ധനകാര്യമന്ത്രിക്ക് അറിയാം. പക്ഷെ അത് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഇവരെ തിരഞ്ഞെടുക്കുമ്പോഴേ വളരെ നിർബന്ധമായിട്ട് എനിക്കൊരു ശുപാർശ ചെയ്യാനുണ്ട്. ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ആളുകൾ നല്ലൊരു അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ്, അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ്. പക്ഷേ അവർക്ക് കുറഞ്ഞത് ഒരു 3 മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം, പരിശീലനം കൊടുക്കണം, സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതിന്. അപ്പോൾ ഒരാൾ സിനിമയായിട്ട് ഒരു താല്പര്യമായിട്ട് വരുന്നു അപ്പോൾ അയാളെ വെറുതെ പോയി സിനിമ എടുത്തു എന്ന് പറഞ്ഞുകൂടെ അയാളെ ഒരു രീതിയിലുള്ള പ്രോത്സാഹനമല്ലത്. അതുകൊണ്ട് അവർക്കൊരു 3 മാസത്തെ നല്ല വിദഗ്ധന്മാരുടെ കീഴിലുള്ള പരിശീലനം കൊടുക്കണം. എന്നിട്ട് വേണം അവർക്ക് എങ്ങനെയാണ് ഒരു പടത്തിന് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതുൾപ്പെടെയുള്ള സംഗതികൾ മുഴുവൻ അവർ മനസ്സാക്കിക്കണം. കാരണം ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ നിന്ന് പണം വാങ്ങി പടം എടുത്തവർക്ക് എല്ലാം കംപ്ലൈൻ്റാണ്. അവർക്ക് അവർ വിചാരിച്ചിരിക്കുന്നത് ഈ പണം അവരിങ്ങനെ എടുത്തൊരു ദിവസം തരും, കൊടുത്തു നമുക്ക് കൊണ്ടുപോയി പടം എടുക്കാമെന്ന്. അങ്ങനെയല്ല. അത് പറഞ്ഞ് മനസ്സിലാക്കണം അവരെ. ഇത് പബ്ലിക് ഫണ്ടാണ്, ജനങ്ങളുടെ നിന്ന് കരം പിടിച്ച പണമാണ് ഇത്തിരി ചിലവാക്കുന്നത്. മറ്റ് ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അതിനൊക്കെ വേണ്ടി ചിലവാക്കാനുണ്ട്. ഈ 1.5 കോടി കുറച്ചിട്ട് 50 ലക്ഷം ആക്കി 3 പേർക്ക് കൊടുക്കുക. ഇത് കൊമേഴ്ഷ്യൽ ഫിലിം എടുക്കാനുള്ള കാശല്ല. കൃത്യമായിട്ട് നല്ല സിനിമ എടുക്കാനുള്ള മുടക്കലാകാവും.
വളരെ നിർബന്ധമാണ്. സൂപ്പർ സ്റ്റാറിനെ വെച്ച് പടമെടുക്കാനുള്ള പണമല്ല നമ്മൾ ഗവൺമെൻറ് കൊടുക്കേണ്ടത്, ഒരിക്കൽ ഗവൺമെൻറ് ചുമതലയല്ലത്. അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കുള്ളത്. ഒരു സ്ത്രീ ആയിരുന്നതുകൊണ്ട് മാത്രം സിനിമ എടുപ്പിക്കാൻ പണം കൊടുക്കരുത്. ഈ സ്ത്രീ ആയാലും അവർക്കും കൊടുക്കണം ഈ പരിശീലനം. വളരെ പ്രധാനമാണ്. സ്ത്രീ സംവിധായകർ നമുക്ക് വേണം. നമുക്ക് 1-2 പേരുണ്ട്, അവർ നല്ല മിടുക്കരാണ്. പക്ഷേ അതുപോലെയുള്ള പുതിയ ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ എല്ലാ പ്രയാസങ്ങളും അറിഞ്ഞ് വേണം പടമെടുക്കാൻ. ചില വീട്ടിലില്ലേ, ചില കുട്ടികളെ നമ്മൾ വളർത്തുമല്ലോ, യാതൊരു വിഷമങ്ങളും അറിയിക്കാതെ. ഞങ്ങളുടെയൊക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ടൊക്കെ ജീവിച്ച ആളുകളാണ്. നമ്മുടെ മക്കൾ അവർ പറയുന്നത് അയ്യോ നമ്മുടെ കുഞ്ഞുങ്ങളെ വിഷമമൊന്നും അറിയിക്കരുത്. അത് വലിയ തെറ്റാണ്. വലിയ വിഷമങ്ങളെല്ലാം അറിഞ്ഞ് കഷ്ടപ്പെട്ട് വേണം ഓരോരുത്തരും അവനവൻ്റെ ജീവിതം കരുപ്പിടിക്കാനായിട്ട്. അത് എളുപ്പമൊന്നുമല്ല. ഇതാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ. ഇതിനിടയിൽ അടൂരിനെ തള്ളി മന്ത്രി സജി ചെറിയാനും രംഗത്ത് വന്നു. സർക്കാർ പണം നൽകേണ്ടത് ആർക്കെന്ന് നോക്കേണ്ട കാര്യമില്ലെന്ന് മന്ത്രി പറഞ്ഞു. എന്തായാലും ഈ വിഷയത്തിൽ അടൂരിനെതിരെ പ്രതിഷേധം വേദിയിൽ നിന്ന് തന്നെ ഉയർന്നു എന്നതാണ് സാഹചര്യം. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, എന്താണ് യഥാർത്ഥത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരു സതുദ്ദേശപരമായ പരാമർശമെന്ന് പൊതുവിൽ തോന്നിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു പൂർണ്ണ രൂപം എന്തായിരുന്നു? എന്താണ് അവിടെ സംഭവിച്ചത്? സജിത്ത്, ഫിലിം കോൺക്ലേവിന്റെ സമാപന വേദിയിലാണ് അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ നിലപാട്, അതായത് ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പൊതുവേദിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിനിടയിലാണ് ഈ പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സിനിമ എടുക്കാൻ വരുന്നവർക്ക് മതിയായ പരിശീലനം ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത് ഉറപ്പുവരുത്തുന്നതിന് നടപടി സ്വീകരിക്കണം. അതോടൊപ്പം ഈ 1.5 കോടി രൂപ അവർക്ക് അതിനുവേണ്ടി നൽകുന്നു എന്ന് പറയുന്നത് വലിയ തുകയാണ്. അത് 3 ആയി ഭാഗിച്ച് നൽകണം. അതോടൊപ്പം ഈ പരിശീലനം കുറഞ്ഞത് 3 മാസത്തെങ്കിലും പരിശീലനം നൽകി അവർക്ക് സിനിമ നൽകാനുള്ള അവസരം നൽകാവൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പരാമർശം. ഈ പരാമർശം അദ്ദേഹം നടത്തിയതിന് പിന്നാലെ വേദിയിൽ നിന്ന് പ്രതിഷേധവുമായി പുഷ്പവതി പൊയ്പാടത്ത്, അവർ കേരള സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ ആണ്, ഈ പ്രതിഷേധവുമായി അവർ രംഗത്തെത്തുകയായിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ ഈ വിഷയം അവസാനിപ്പിച്ച് മറ്റ് കാര്യങ്ങളിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട പ്രതിഷേധമാണ് ഉയർന്നത്. പക്ഷേ അദ്ദേഹം ഈ പരാമർശം നടത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ പുഷ്പവതി ഇത്തരമൊരു പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അതിനുശേഷം മന്ത്രി സജി ചെറിയാൻ അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗം തുടരുകയാണ്. ഈ നയരൂപീകരണത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ ഈ 2 ദിവസത്തെ ചർച്ചയിൽ നിന്ന് ഉൾപ്പെടുത്തും എന്ന കാര്യത്തിലടക്കം വിശദമായ പരാമർശങ്ങളാണ് മന്ത്രി സജി ചെറിയാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനിടയിലാണ് അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശത്തിന് മന്ത്രി സജി ചെറിയാന്റെ ഭാഗത്ത് നിന്ന് മറുപടി കൂടി വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ആരാണ് സിനിമ നിർമ്മിക്കുന്നത് എന്ന് നോക്കിയല്ല സർക്കാർ പണം നൽകുന്നത്, നല്ല സിനിമകൾക്ക് സർക്കാർ കൂടുതൽ പണം നൽകും. അവിടെ മുഖം നോക്കുന്ന ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ ഇതിനുള്ള മറുപടി. എന്തായാലും അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട ഈ കോൺക്ലേവ് സമാപിക്കുന്നതിന് പിന്നാലെ താരങ്ങളടക്കം പുറത്ത് ഒരുപക്ഷെ പ്രതികരണം നടത്താനുള്ള സാധ്യതയുണ്ട്. അത് കടുത്ത ഭാഷയിൽ തന്നെ അതിനെതിരെയുള്ള വിമർശനങ്ങൾ ഉയരുമെന്നാണ് സൂചന. എന്തായാലും ആ പ്രതികരണങ്ങൾ വരട്ടെ അവിടെ നിന്നും. എന്തായാലും അടൂരിന്റെ വാക്കുകൾ പ്രതിഷേധം ആ വേദിയിൽ തന്നെ ഉയർന്നു എന്ന പ്രത്യേകതയുണ്ട്. ധന്യറാമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്, ആക്ടിവിസ്റ്റ് ധന്യറാമൻ. ശ്രീമതി ധന്യറാമൻ, അടൂരിന്റെ വാക്കുകൾ താങ്കൾ ശ്രദ്ധിച്ചിരുന്നു. അടൂർ പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്? ഒന്ന്, 1.5 കോടി രൂപ കൊടുക്കേണ്ടതുണ്ട്, 3 പേർക്ക് 50,000 വെച്ച് കൊടുത്താൽ പോരെ. മറ്റൊന്ന്, പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് പരിശീലനം കൊടുക്കണം, അതിനുശേഷം മാത്രമേ അവർക്ക് ഈ പണം കൊടുക്കാൻ കഴിയൂ എന്നതാണ്. അല്ലെങ്കിൽ പണം ലാപ്സായി പോകാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു പൊതുവിലുള്ള പരാമർശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്താണ് താങ്കളുടെ ആദ്യ പ്രതികരണം ഈ വാക്കുകളോട്? അടൂർ ഗോപാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രായത്തിനേക്കാളും കവിഞ്ഞു അയാളുടെ ജാതി ഭ്രാന്ത് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മുൻപ് കോട്ടയത്ത് ഇദ്ദേഹം ഡയറക്ടറായിരിക്കെ കോട്ടയത്തെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പട്ടികജാതി വിഭാഗത്തിലെ ഒരു ജീവനക്കാരോട് അവിടുത്തെ ഡയറക്ടർ ശങ്കർ മോഹൻ മോശമായിട്ട് പെരുമാറിയതിനെ ന്യായീകരിച്ച ഒരാളാണ് ഈ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ കുറെ കാലം കൊണ്ട് ഇയാളെ ഞങ്ങൾക്കറിയാം. പുള്ളി ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കുള്ളൂ. ഇന്ന് അവിടുന്ന് സംസാരിച്ചത് വളരെ മോശമായി പോയെന്നേ പറയാറുള്ളൂ. ഇയാൾ എടുത്തു പറഞ്ഞു പട്ടികജാതി വനിതകൾക്ക് എന്ന് പറഞ്ഞു, പട്ടികജാതിക്കാർക്ക് പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞു. എന്തിനാണ് 1.5 കോടി രൂപ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഇടയിൽ മാള അരവിന്ദൻ ചേട്ടൻ തൊട്ട് ഇങ്ങോട്ടേക്ക് ഞങ്ങളുടെ ആൾക്കാർ കഴിവ് തെളിയിച്ച് ഞങ്ങൾക്ക് സ്പേസ് ഇല്ല.
ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട്. എന്നെ സംബന്ധിച്ചിപ്പം കാന്താര എന്ന് പറയുന്ന സിനിമ ഒരു പഞ്ചുരുളിയെ കുറിച്ചുള്ള സിനിമയാണ്. ആ പഞ്ചുരുളി എന്റെ കുടുംബദൈവമാണ്. കാസർഗോഡ് ജില്ലയിലെ കള്ളാറിലെ എന്റെ വീട്ടിലെ എന്റെ ഭൂമിയിൽ അമ്പലം കെട്ടി ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ ദൈവമാണ്. ഞങ്ങൾ കഞ്ഞി കുടിച്ചില്ലെങ്കിലും എല്ലാ വർഷവും പഞ്ചുരുളിയെ കെട്ടിയാടുന്ന മനുഷ്യരാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങളൊക്കെ ഒരു ഞങ്ങൾക്ക് സ്റ്റോറി ഇല്ലാഞ്ഞിട്ടല്ല, ഞങ്ങളുടെ ഇടയിൽ ഇത് സംവിധായകരില്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾക്കൊക്കെ ഇത് ചെയ്യാൻ അറിയാഞ്ഞിട്ടുമല്ല. പക്ഷെ ഞങ്ങൾക്ക് പൈസ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇദ്ദേഹം ഞങ്ങളെ പുച്ഛിക്കുവാണ്. 1.5 കോടി രൂപയ്ക്ക് എന്തിനു കൊടുക്കണം? അപ്പൊ ഇയാളൊക്കെ 50,000 രൂപ വെച്ചാണ് ഇയാളൊക്കെ ഇതുവരെ ഇയാളുടെയൊക്കെ സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഡോക്ടർ ബിജു ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ്. ഒരു ഗുരുവും അദ്ദേഹത്തിനില്ല. എന്നിട്ടും അദ്ദേഹം ഈ ഒരു മേഖലയിൽ വന്ന് ഏറ്റവും കൂടുതൽ 25ഓളം നാഷണൽ ഇന്റർനാഷണൽ അവാർഡുകൾ വാങ്ങിയ താങ്കളുടെ വികാരവും താങ്കളുടെ നല്ല ഉദ്ദേശവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ചോദിക്കട്ടെ. ഈ അടൂർ പറഞ്ഞ വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പറയുന്നു, 1.5 കോടി ഒന്നിച്ചു കൊടുക്കാതെ 3 പേർക്കായി 50,000 വീതം കൊടുക്കൂ എന്ന് പറയുന്നു. അതിൽ ഒരു സതുദ്ദേശ ലക്ഷ്യമുണ്ട് എന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ? മറിച്ച് വേദിയിൽ തന്നെ പ്രതിഷേധം ഉണ്ടായി. അപ്പൊ അത് കേട്ടിരിക്കുന്ന മനുഷ്യര്, അത് കേട്ടിരുന്ന മനുഷ്യരോട് ഞാനിപ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അത് ഞങ്ങളെ നല്ലതിന് വേണ്ടി പറഞ്ഞതല്ല. അതായത് ഞങ്ങൾ കഴിവില്ലാത്ത ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര പൈസ കൊടുക്കരുത്, അത് വേസ്റ്റ് ആവുന്നു എന്നാണ് അയാൾ ഉദ്ദേശിച്ചത്. അത് അങ്ങനെയല്ല. കൃത്യമായിട്ട് കഴിവുള്ള ആൾക്കാരുണ്ട്. ഇപ്പം കതിരവൻ സിനിമ എടുക്കുന്ന ഞങ്ങളുടെ അരുണ് ആദ്യത്തെ സിനിമ എടുത്ത സമയത്ത് സെൻസർ ബോർഡിലെ അംഗം ഉമാ നായരെ അതിന്റെ തലേ ദിവസം കൊണ്ടേ പൂജപ്പുര സ്റ്റേഷനിൽ കൊണ്ടേ പരാതി കൊടുത്തു. അപ്പൊ അവരുടെ സ്വാധീന നിമിത്തം അവിടെ കേസെടുത്തിട്ട് പിന്നെ ഞങ്ങളൊക്കെ ഇടപെട്ടപ്പം പിന്നീട് സിനിമ റിലീസ് ചെയ്യും, പക്ഷെ തിയേറ്റർ കൊടുക്കൂല, സിനിമ ഓടാൻ തിയേറ്റർ കൊടുക്കൂല. ഇതൊക്കെ ഭയങ്കര അജണ്ടയാണ്. അങ്ങനെ ഇങ്ങനെയൊന്നും, ഇതൊക്കെ വലിയൊരു മാഫിയയുടെ കയ്യിലാണ്. ആ മാഫിയയുടെ ഭാഗമാണ് അടൂർ ഗോപാലകൃഷ്ണനും. ഈ സർക്കാരിന്റെ 1.5 കോടി രൂപ നൽകിക്കൊണ്ട് സിനിമയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഇത്തരം ശ്രമം അത് എത്ര കണ്ട് ഈ മേഖലയിലൊക്കെ ഗുണം ചെയ്യുന്നുണ്ട്? താങ്കൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറുള്ള ആൾക്കാർ, വേറെ ജാതിക്കാര് നമ്മളുടെ അടുത്ത് വരും. എന്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ധന്യ നിങ്ങളുടെ സ്റ്റോറി അങ്ങനെ എഴുതാം, എന്നിട്ട് നിങ്ങൾക്ക് പൈസ കിട്ടും, അത് ഞങ്ങൾക്ക് തരൂ, അപ്പൊ ഞങ്ങൾ സിനിമ എടുക്കാം. ഇങ്ങനെ കൂടി ഗൂഢാലോചന നടക്കുന്ന ഒരിടമാണെന്ന് ഓർക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ ആരും ഇതിന് മുന്നിട്ട് ഇറങ്ങാത്തത്. എനിക്ക് കഴിഞ്ഞ ആഴ്ചയും കൂടെ ഒരു കുട്ടി എന്റെ അടുത്ത് സംവിധാനം പഠിക്കണം എന്ന് പറഞ്ഞ് വന്നപ്പോൾ ആരെങ്കിലും പരിചയത്തിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു സംവിധായകന്റെ അടുത്തേക്ക് അദ്ദേഹത്തെ പറഞ്ഞയച്ചു. അപ്പൊ ഇദ്ദേഹത്തിന്റെ കഴിവ് കണ്ടിട്ട് അവിടെ അദ്ദേഹത്തെ പഠിക്കാനായിട്ട് എടുത്തു എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ കഴിവില്ലാഞ്ഞിട്ടല്ല, ഇത്തരം ആൾക്കാർ ഞങ്ങളുടെ മുമ്പിൽ വലിയ കൊടുമുടി പോലെയാണ് നിൽക്കുന്നത്. PK റോസിക്ക് ഓടേണ്ടി വന്ന ഒരു മേഖലയാണിത്. അപ്പൊ ഞങ്ങൾക്ക് എത്രമാത്രം പിന്തുണ കിട്ടും? വെളുത്ത ശരീരങ്ങൾക്കും അവരുടെ നിറത്തിനും അവരുടെ കഴിവിനും മാത്രമാണ് ഇവിടെ എക്സെപ്ഷണൽ കേസിൽ കുറച്ചു പേർക്ക് സ്പേസ് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ പുതിയ ഒരാളെ വളർന്നു വരാനോ അല്ലെങ്കിൽ ഇതൊക്കെ ഈ സിനിമയുടെ തിയേറ്റർ വിട്ടുകൊടുക്കുന്നത് പോലും വലിയ വലിയ മാഫിയകളാണ്. പരസ്യം പോലും സർക്കാരിന്റെ ഈ പദ്ധതി ഇപ്പം ഈ മേഖലയിലുള്ള അവർക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുക, സിനിമയിലും അവർക്ക് അവസരങ്ങൾ കൂടുതലായി ഉണ്ടാവട്ടെ, അതിന് സർക്കാരിൻ്റെ ഒരു സഹായം എന്നതാണല്ലോ ഈ 1.5 കോടി രൂപയുടെ പദ്ധതി. ഇതിൻ്റെ ഭാഗമായി ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ പദ്ധതിയാണ്. യഥാർത്ഥത്തിൽ ഈ അടൂർ സൂചിപ്പിക്കുന്ന ഒരു വാക്കിൽ അദ്ദേഹം പറയുന്നു ഇത് മിസ്യൂസ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഇത് ഒരു അഴിമതിക്ക് വഴിവെക്കുന്നു. അങ്ങനെ ഈ പണം ഇതുവരെ അങ്ങനെ ഉപയോഗപ്പെടുത്തു എന്ന ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ആക്ഷേപം നിലവിലുണ്ടോ? എനിക്കറിയാം. പിന്നെ ആദിവാസി മേഖലയിൽ നിന്ന് ലീല സന്തോഷ് എന്ന് പറഞ്ഞൊരു ആദ്യത്തെ സംവിധായികയാണ് ആദിവാസി മേഖലയിൽ. മഹാത്മാ അയ്യങ്കാളിയെ വെച്ചിട്ട് സിനിമ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വയനാട് നിന്നുള്ള കരിന്തണ്ട മൂപ്പനെ വെച്ചിട്ട് സിനിമ എടുക്കാനായിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് ഡേറ്റും ഫിക്സ് ചെയ്ത് പൈസ ഇല്ലാതെ പോയി അത് മുടങ്ങിപ്പോയ ഒരാളാണ്. അപ്പോ ഞങ്ങൾക്ക് ആർക്കെങ്കിലും പൈസ കിട്ടുന്നുണ്ടോ? SC/ST വിഭാഗത്തിന് ഇവിടെ പൈസ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. ഞങ്ങൾക്ക് കഴിവ് തെളിയിക്കാനായിട്ട് ഞങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. എനിക്കറിയാവുന്ന ഒരുപാട് കഴിവുള്ള മനുഷ്യരുണ്ട്. അവർക്കാർക്കും തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ പരാമർശിച്ച ഈ പദ്ധതി ഏതാണ്? ഈ പദ്ധതി ഈ തരത്തിൽ ആളുകൾക്ക് സഹായം കിട്ടിയിട്ടില്ല ഇതുവരെ? അത് ഇടയ്ക്ക് ആർക്കെങ്കിലും 1-2 പേർക്ക് കിട്ടിയിട്ടുണ്ടാവും. അല്ലാതെ ആർക്കും ഇവർ കൊടുക്കത്തുമില്ല. ഞങ്ങൾ പോയി ചോദിച്ച് പ്രപ്പോസൽ വെച്ചോട്ട് കിട്ടത്തുമില്ല. അങ്ങനെയാണെങ്കിൽ ലീല സന്തോഷൊക്കെ അല്ലേ ആദ്യം ഈ സിനിമ ഇറക്കേണ്ടത്. അരുണുണ്ട്, എത്രയോ മനുഷ്യരുണ്ട്. എന്റെ ചോദ്യം, താങ്കൾ പഠിച്ചിട്ടുണ്ട് എത്ര പേർക്ക് ഇതുവരെ ഈ പദ്ധതി പ്രകാരം പണം കിട്ടിയിട്ടുണ്ട്? അടൂർ ഗോപാലകൃഷ്ണൻ ഈ വേദിയിൽ ഇതിങ്ങനെ പരാമർശിക്കുമ്പോൾ സ്വാഭാവികമായും ഇതിന് പിന്നിൽ ഒരു കഥയുണ്ടാകുമല്ലോ, അതാണ് എന്റെ ചോദ്യം. ഇല്ല, ആർക്കും കിട്ടിയിട്ടില്ല. ആർക്കാണ് കൊടുത്തതെന്ന് അവർ പറയട്ടെ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് ആർക്കും 1.5 കോടി കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ ഇടയിൽ നിന്ന് ആർക്കും 1.5 കോടി കിട്ടിയിട്ടില്ല. ഈ എന്താണ് ചെറിയ ഷോർട്ട് ഫിലിം എടുക്കാനായിട്ട് 50,000 ഒക്കെ കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലും കിട്ടാത്ത മനുഷ്യരാണ് നമ്മുടെ ഇടയിലുള്ളത്. ആ കഴിവുകളൊക്കെ അങ്ങനെ കിടക്കുവാണ്.
ഞങ്ങളെപ്പോലെ വാമൊഴിയും വരമൊഴികളും ഉള്ള ആരെങ്കിലും ഉണ്ടോ? എഴുതാൻ കഴിവുള്ളവർ എത്ര ഞങ്ങളുടെയൊക്കെ പിന്നെ ഗോത്ര സംഗീതത്തിന്റെ ആ ഒരു മ്യൂസിക് എങ്കിലും നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെയൊക്കെ നൽക്കതായ കമ്മ്യൂണിറ്റിയുടെ ഒക്കെ, അത് കാസർഗോഡ് ഉള്ള കമ്മ്യൂണിറ്റിയാണ്. അത് ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പാട്ട് മാത്രം വൈറലായിട്ടുണ്ട്. ഓളുള്ളൊരു മാണി നങ്കർ എന്നുള്ള പാട്ടാണ്. അത് മാത്രമാണ്, അതൊരു ചരിത്ര പാട്ടാണ്. അത് മാത്രമേ വൈറലായിട്ടുള്ളൂ. ബാക്കി ഒരു സോങ്ങും ആർക്കും അറിയില്ല. ഞങ്ങളും പാടാറില്ല ഇപ്പൊ. കാരണം അത് മറ്റുള്ളവർക്ക് ചിലപ്പം ഒരു സ്പേസ് ഇല്ല. ഞങ്ങൾക്കും അത് പാടാൻ ഒരു സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെ പറയാനൊരു സ്പേസ് ഇല്ല. ചരിത്രം ഒന്നും കിടക്കുവാണ്. സിനിമ എടുക്കണമെങ്കിൽ എന്തെല്ലാം ഉണ്ട്. എന്റെ കുടുംബത്തിലെ ദൈവത്തെ വന്ന് മറ്റുള്ളവർ സിനിമ എടുത്തിട്ട് പോവാണ്. ഞങ്ങൾക്ക് എന്താ അത് അറിഞ്ഞൂടെ? ഈ ചരിത്രം അവർ ചെയ്യുന്നതിനെക്കാട്ടിലും ഭംഗിയായിട്ട് ഈ ചരിത്രം കൈകാര്യം ചെയ്യാനും അതിനെ ജനിച്ചപ്പോ തൊട്ട് ഈ ദൈവങ്ങളെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സംവദിക്കുന്ന ധന്യരാമൻ, ഈ അടൂരിന്റെ വാക്കുകൾ അത് പൊതുവിൽ നൽകുന്ന ഒരു സൂചന ഇങ്ങനെയാണ്: ഈ പട്ടികജാതി മേഖലയിലുള്ളവർക്ക് പണം, ഈ സിനിമാ മേഖലയ്ക്ക് വേണ്ടി പണം വിനിയോഗിച്ചിട്ട് കാര്യമില്ല, മറിച്ച് അവർക്ക് പരിശീലനം നൽകണം. അപ്പോൾ ഇപ്പോഴെവിടെയോ ഈ പണം മിസ്യൂസ് ചെയ്യപ്പെടുകയോ അതല്ലെങ്കിൽ അത് ഗുണപ്പെടാതെ പോകുന്നു എന്നൊരു തോന്നൽ അദ്ദേഹം പൊതുവിൽ ഉളവാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ പട്ടികജാതി മേഖലയിലെ സിനിമാ പ്രവർത്തകർക്ക് ഇങ്ങനെ ഒരു സഹായം കിട്ടാതെ ഈ പഴി കേൾക്കേണ്ടി വരുന്നു എന്നൊരു സാഹചര്യം. അത് തന്നെയാണ് ഈ ഞങ്ങൾക്ക് പൈസ തൊട്ട് തരത്തുമില്ല, ഞങ്ങളെ അധിക്ഷേപിച്ചിട്ട് പോവുകയും ചെയ്യും ഇവർക്ക്. കാരണം ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വെറുതെ പണം കൊടുക്കരുതെന്നാണ് ഇയാൾ പറയുന്നത്. വെറുതെ ആർക്കാണ് പൈസ കിട്ടുന്നത്? ഇവിടെ SC/ST വകുപ്പിനുള്ള പൈസ മൊത്തം കൊണ്ടുപോകുന്ന മറ്റു സമുദായക്കാരാണ്. അടൂർ ഗോപാലകൃഷ്ണന്റെ ആൾക്കാരും സമുദായക്കാരും ഒക്കെയാണ് പൈസ കൊണ്ടുപോകുന്നത്, അല്ല ഞങ്ങളല്ല. വെറുതെ ഒരു ഇപ്പൊ ബിഗ് ബോസിലെ ശോഭാ വിശ്വനാഥ് വന്ന് ആദിവാസികൾക്ക് മാസ്ക് തയ്ക്കാനായിട്ട് 1.5 കോടി കൊണ്ടുപോയി. ഒരു മാസ്ക് പോലും തയ്ച്ചു കൊടുത്തായിട്ട് ഞങ്ങളെ കണ്ടിട്ടില്ല. ഇതുവരെ ഒരു വിജിലൻസ് കേസ് പോലും അവർക്കെതിരെ FIR ഇട്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട് ഞങ്ങളെ കൊണ്ട്. അവരാണ് അവരുടെ കഴിവും തെളിച്ച് യൂറോപ്യൻ ടൂർ നടത്തി അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്നത്. ധന്യരാമൻ പ്രതികരിച്ചു. എന്തായാലും അടൂർ ഗോപാലകൃഷ്ണൻ ഇന്ന് സിനിമാ കോൺക്ലേവിൽ നടത്തിയ പരാമർശമാണ് ഒരു വിവാദമാകുന്നത്. അത് സംബന്ധിച്ച് വലിയ പ്രതിഷേധമുണ്ടാകുന്നുണ്ട്. കാരണം പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് പരിശീലനമില്ലാതെ ഈ സിനിമാ മേഖലയിൽ പണം നൽകരുത്, അത് ലാപ്സായി പോകും എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഒരുപക്ഷേ അടൂർ തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നടത്തേണ്ടി വരും. സദുദ്ദേശപരമാണോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ? അതിനപ്പുറം ഇക്കാര്യത്തിൽ എന്താണ് അടൂർ ഉദ്ദേശിച്ചത് എന്ന കാര്യം അദ്ദേഹം തന്നെ ഒന്നുകൂടി വിശദീകരിക്കേണ്ടി വരും. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിവാദത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരും BJPക്കുമെതിരെ കത്തോലിക്ക സഭ കടുത്ത നിലപാടിലേക്ക്. കന്യാസ്ത്രീകളെ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന സംഘപരിവാർ സംഘടനകൾക്ക് കേന്ദ്ര സർക്കാർ പിന്തുണ നൽകുന്നതാണ് BJPയുമായുള്ള എല്ലാ സഹകരണവും ഉപേക്ഷിക്കാൻ ക്രൈസ്തവ സഭയെ പ്രേരിപ്പിക്കുന്നത്. ഇതിനിടെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാൻ മുന്നിട്ടിറങ്ങിയതോടെ പരിവാർ സംഘടനകൾ ഒന്നടങ്കം BJP നേതൃത്വത്തിനെതിരെയും രംഗത്തെത്തുന്നു. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റും തുടർ വിവാദങ്ങളും കേരളത്തിലെ BJPയുടെ ദീർഘകാല രാഷ്ട്രീയ പദ്ധതി ഇല്ലാതാക്കുമോ? BJP ക്രൈസ്തവ ബാന്ധവം പ്രതിസന്ധിയിലായെന്ന് മാത്രമല്ല, പരമ്പരാഗത മേഖലയിലടക്കം വലിയ ആശയക്കുഴപ്പം ഉണ്ടായെന്നതാണ് ഇതുവരെയുള്ള ചിത്രം. ജാമ്യം ലഭിച്ചത് തങ്ങളുടെ ഇടപെടൽ കൊണ്ടെന്ന് സംസ്ഥാന BJP നേതൃത്വം അവകാശപ്പെടുന്നു. പക്ഷേ സഭാ നേതൃത്വം ഇത് അംഗീകരിച്ചിട്ടില്ല. ദീപിക മുഖപ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെയും BJPയും കണക്കറ്റ് വിമർശിക്കുന്നു. പാകിസ്ഥാനിലേതിന് സമാനമായി രാജ്യത്തെ ക്രിസ്ത്യാനികളും ആക്രമിക്കപ്പെടുന്നു. ഇതിന് ചുക്കാൻ പിടിക്കുന്ന സംഘപരിവാറിന് കേന്ദ്ര സർക്കാർ കുടപിടിക്കുന്നു. ഒറീസയിൽ ഗ്രഹാം ഷെയിൻസിനെയും കുടുംബത്തിനെയും ചുട്ടരിച്ചതാണ് ക്രൈസ്തവർക്ക് നേരെയുള്ള സംഘപരിവാർ അക്രമത്തിന്റെ രാജ്യത്തെ പ്രതീകം. സമീപകാലത്ത് ഇത് ഓർത്തെടുക്കാത്ത സഭാ നേതൃത്വം ഇപ്പോൾ ഇത് പരാമർശിക്കുന്നു. ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് കീഴിലെ പള്ളികളിൽ വായിച്ച ഇടയലേഖനത്തിൽ സംഘപരിവാർ നീക്കത്തെക്കുറിച്ച് വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. കന്യാസ്ത്രീകൾക്കെതിരായ FIR റദ്ദാക്കും വരെ പ്രക്ഷോഭ പരിപാടികൾക്കാണ് സഭാ നേതൃത്വത്തിന്റെ നീക്കം. പുതിയ സാഹചര്യത്തിൽ BJPക്കെതിരെ കടുത്ത രാഷ്ട്രീയ നീക്കം തന്നെയാണ് ഇടതു വലത് രാഷ്ട്രീയ കേന്ദ്രങ്ങളും ലക്ഷ്യം വെക്കുന്നത്. ആൾക്കൂട്ട വിചാരണ നടത്തി ഇവരെ കയ്യേറ്റം ചെയ്ത് കള്ളക്കേസുണ്ടാക്കി ജയിലിലടച്ച അതേ BJP തന്നെ അവരെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പോയി നിൽക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ജാമ്യത്തിൽ സജീവമായി ഇടപെട്ട് രാഷ്ട്രീയ നഷ്ടം കുറയ്ക്കാനായെന്നാണ് കേരള BJP നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പക്ഷേ ഇത് സംഘപരിവാർ സംഘടനകളെ പ്രകോപിപ്പിച്ചു. മതപരിവർത്തനം നടക്കുന്നുവെന്നും കന്യാസ്ത്രീകളെ വെള്ളപൂച്ചാനുള്ള നീക്കം അംഗീകരിക്കില്ലെന്നുമാണ് പരിവാർ സംഘടനകളുടെ നിലപാട്. ഇതോടെ കേസിന്റെ തുടർ കാര്യങ്ങളിൽ എങ്ങനെ ഇടപെടുമെന്നത് BJPയെ കുഴയ്ക്കുന്നു. കൂടുതൽ ക്രൈസ്തവ മുഖങ്ങളെ ഉൾപ്പെടുത്തി BJP നേതൃത്വത്തിലുണ്ടായ പുനഃസംഘടന പോലും സംഘപരിവാർ കേന്ദ്രങ്ങൾ ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ അസാധാരണമായ ഈ പ്രതിസന്ധി BJPക്ക് നേരിടേണ്ടി വരുന്നു എന്നതാണ് സാഹചര്യം. ന്യൂസ് 18 തിരുവനന്തപുരം. ഇതിനിടയിൽ ഒരു വൈദികന്റെ വിവാദ പരാമർശവും വാർത്തയാവുകയാണ്. ദൈവത്തിങ്കിലേക്കാണ് മനുഷ്യക്കടത്ത് നടത്തുന്നതെന്നും ആ മനുഷ്യക്കടത്ത് തുടരുമെന്നുള്ള പരാമർശവുമായി വൈദികൻ രംഗത്ത് വരുന്നു. കോഴിക്കോട് രൂപതാ വികാരി ജനറൽ ജിൻസൺ
ജൻസൺ പുത്തൻവീട്ടിലാണ് പരാമർശം നടത്തിയത്. ന്യൂനപക്ഷ സമുദായങ്ങൾ വേദനയിലാണെന്നും പുത്തൻവീട്ടിൽ പറഞ്ഞു. ഇനിയും ഞങ്ങൾ തുടരും. മനുഷ്യക്കടത്ത് ദൈവത്തിങ്കിലേക്കാണ് ഞങ്ങൾ നടത്തുന്നത്. അത് ദൈവത്തിലേക്ക് നയിക്കുന്ന മനുഷ്യക്കടത്താണെങ്കിൽ ഇവരുടെ ശുശ്രൂഷ ഇനിയും തുടരും. ദൈവത്തിന് വേണ്ടി ആരൊക്കെ എതിരെ നിന്നാലും, ചിലർ പറഞ്ഞു അന്ന് നീരോ ചക്രവർത്തി മുതൽ തടയിട്ട് ആരംഭിച്ചതാണ് ഈ ശുശ്രൂഷകൾക്കെല്ലാം തടസ്സം നിന്നത്. പക്ഷേ ഒരു ശക്തിക്ക് പോലും ഈ ശുശ്രൂഷയ്ക്കെതിരെ തടസ്സം നിൽക്കുവാൻ കഴിഞ്ഞില്ല. കാരണം ഞങ്ങൾ കൂട്ടുപിടിക്കുന്നത് ശക്തികളിൽ വെച്ച് ഏറ്റവും ശക്തിയായ ദൈവത്തെ തന്നെയാണ്. കന്യാസ്ത്രീമാരുടെ മോചനത്തിൽ ഇടപെട്ട രാജീവ് ചന്ദ്രശേഖരനെ പരോക്ഷമായി വിമർശിച്ച് KP ശശികലയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ശബരിമല സമരത്തിന്റെ പേരിൽ 1000-ലധികം കേസുകളിൽ പ്രതിയാണെന്നും സംഘർഷം നടന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകാതിരുന്നിട്ടും കേസുകളിൽ പ്രതി ചേർത്തു. കേസുകൾ ഒഴിവാക്കാൻ ആരുടെയും പിറകെ പോയിട്ടില്ലെന്നും പോസ്റ്റിൽ പറയുന്നു. TP സെൻകുമാർ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുമുണ്ട്. കന്യാസ്ത്രീകളുടെ മോചനത്തിൽ BJP സംസ്ഥാന നേതൃത്വത്തിനെതിരെ പരോക്ഷ വിമർശനവുമായി സ്വാമി ചിദാനന്ദപുരി. നമുക്കിനി പോലീസും കോടതിയും വേണ്ട, ആരാണ് കുറ്റവാളിയെന്നും ആരാണ് കുറ്റവാളി അല്ലാത്തതെന്നും വോട്ട് പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തീരുമാനിക്കുമെന്ന് ചിദാനന്ദപുരി ഫേസ്ബുക്കിൽ കുറിച്ചു. കന്യാസ്ത്രീകൾ കുറ്റക്കാരല്ലെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണത്തിനെതിരെയാണ് വിമർശനം. ഇടവേള. ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ചതിന് കസ്റ്റഡിയിലായ യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസിൻ്റെ സഹോദരൻ PK ബുജേറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. സഹോദരനെ തള്ളിപ്പറഞ്ഞ് ഫിറോസും രംഗത്ത് വന്നു. ബുജേർ തെറ്റ് ചെയ്തെങ്കിൽ മാതൃകാപരമായി ശിക്ഷ നൽകണമെന്ന് ഫിറോസ് ആവശ്യപ്പെട്ടു. വിഷയത്തിൽ ഫിറോസിൻ്റെ രാജി ആവശ്യപ്പെട്ട് KT ജലീലും ബിനീഷ് കോടിയേരും രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് കോഴിക്കോട് കുന്നമംഗലം ചൂലാംവയൽ ബസ് സ്റ്റോപ്പിന് സമീപത്തായിരുന്നു സംഭവം. PK ബുജേർ ലഹരി വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്കെത്തിയതായിരുന്നു കുന്നമംഗലം പോലീസ്. ഇരുചക്രവാഹനം പരിശോധിക്കുന്നതിനിടെ പ്രകോപിതനായ ബുജേർ സിവിൽ പോലീസ് ഓഫീസർ അനീഷിനെ മർദ്ദിച്ചു. ബുജേറിന്റെ പക്കൽ നിന്ന് ലഹരി പൊതിയാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കണ്ടെടുത്തു. ലഹരി ഇടപാട് കേസിലെ പ്രതിയും ചൂലാംവയൽ സ്വദേശിയുമായ റിയാസിന്റെ കുറ്റസമ്മത മൊഴിയിൽ നിന്നാണ് PK ബുജേറിലേക്ക് അന്വേഷണം എത്തിയത്. ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമെതിരായി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സഹോദരനെ താനോ കുടുംബമോ സംരക്ഷിക്കില്ല, കുറ്റം ചെയ്തെങ്കിൽ മാതൃകാപരമായ ശിക്ഷ നൽകണമെന്ന് PK ഫിറോസ്. ഏതെങ്കിലും നിലക്ക് ഞാനൊരു ഇടപെടൽ നടത്തി എന്ന് ആരെങ്കിലും പറയട്ടെ, അത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നിലപാടാണ് ഇക്കാര്യത്തിൽ എനിക്കുള്ളത്. അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഇടപെടലും ഞങ്ങൾ വരുന്നില്ല. സഹോദരനുമൊത്ത് ലഹരിക്കേസിൽ ആരോപിക്കപ്പെട്ട റിയാസിനെ CPM നേതാക്കളാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോയതെന്നും ഫിറോസ് ആരോപിച്ചു. ഇനി മറ്റെന്തെങ്കിലും കുറ്റകൃത്യത്തിലും അദ്ദേഹം പങ്കാളിയായിട്ടുണ്ടെങ്കിൽ, ഈ കേസിൽ മാത്രമല്ല ഏത് കുറ്റകൃത്യം അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും പോലീസ് അന്വേഷിച്ച് അദ്ദേഹത്തിന് മാതൃകാപരമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. സംഭവത്തിൽ ഫിറോസ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിനീഷ് കോടിയേരി രംഗത്തെത്തി. ഇത്തരത്തിലുള്ള കേസുകളൊക്കെ വരികയാണെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നവർ, രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവർ രാജിവെച്ച് മാതൃക കാണിക്കണമെന്നാണ് അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ PK ഫിറോസ് അദ്ദേഹത്തിന്റെ അനുജനെ ഈ നർക്കോട്ടിക് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റുമായി ബന്ധപ്പെട്ട് രാജിവെച്ച് മാതൃക കാണിക്കുമോ? ബുജേറിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. കത്വ ഉന്നാവോ ഫണ്ട് മുക്കി മണിമാളിക പണിതയാളുടെ സഹോദരൻ ലഹരിക്കേസിൽ ഒത്താശ ചെയ്യുന്നത് സ്വാഭാവികമെന്ന് KT ജലീലും ഫേസ്ബുക്കിൽ കുറിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. മറ്റൊരു വാർത്തയിലേക്ക് വരാം. തൊടുപുഴയിൽ PJ ജോസഫിന് പകരക്കാരനാകാൻ മകൻ അപ്പു ജോസഫ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അബുവിനെ കളത്തിലിറക്കാനാണ് PJ ജോസഫിന്റെ ആലോചന. കേരള കോൺഗ്രസ് നേതാക്കൾക്കിടയിലും ഇക്കാര്യത്തിൽ ധാരണ ഉണ്ടായതായെന്നാണ് സൂചന. PJ ജോസഫ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി പകരം അബു ജോസഫിനെ തൊടുപുഴയിൽ ഇറക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അബുവിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ധാരണ. മോൻസ് ജോസഫ്, ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെ നേതൃനിരയിൽ ഉള്ളവരുമായി ഇക്കാര്യത്തിൽ ധാരണയായതായാണ് വിവരം.
ഇതിനകം തന്നെ തൊടുപുഴയിൽ നിറഞ്ഞ സാന്നിധ്യമായി അബു മാറിക്കഴിഞ്ഞു. സംസ്ഥാന തലത്തിലും വിവിധ പരിപാടികളിൽ അബുവിനെ സജീവമാക്കി പാർട്ടി നിർത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്നുണ്ടെങ്കിലും പാർട്ടിയുടെ തലപ്പത്ത് PJ ജോസഫ് തന്നെ തുടരുമെന്നാണ് സൂചന. ചെയർമാൻ സ്ഥാനത്തേക്ക് അബുവിനായി ഇപ്പോൾ തന്നെ കരുക്കൾ നീക്കിയാൽ മുതിർന്ന നേതാക്കളുടെ കടുത്ത എതിർപ്പുണ്ടാകുമെന്നാണ് സൂചന. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് തന്ത്രപരമായ നീക്കം. അതേസമയം ജോസഫിന് പിന്നാലെ അബുവിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പ്രാദേശികമായ ചില നേതാക്കൾക്ക് എതിർപ്പുണ്ട്. ഈ എതിർപ്പ് കൂടുതൽ ശക്തമാകാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ നീക്കം. ഭാവിയിൽ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് അബുവിനെ അവതരിപ്പിക്കാനുള്ള ശ്രമം കൂടിയാണ് ഇപ്പോൾ തുടങ്ങുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനത്തിൽ സമവായ നീക്കം വേണമെന്ന ആവശ്യവുമായി ഗവർണറെ കണ്ട് മന്ത്രിമാർ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിമാരായ R. ബിന്ദു, P. രാജി എന്നിവരാണ് രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. തീരുമാനങ്ങൾ ഏകപക്ഷീയമാകരുതെന്ന് മന്ത്രിമാർ ഗവർണറോട് ആവശ്യപ്പെട്ടു. സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനത്തിൽ സമവായം വേണമെന്നാവശ്യപ്പെട്ടാണ് മന്ത്രിമാർ വീണ്ടും ഗവർണറെ കണ്ടത്. IT നിയമവകുപ്പുകളിലെ ഉദ്യോഗസ്ഥരോട് രാജ്ഭവനിലെത്താൻ ഗവർണർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രിമാർ തന്നെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ച 1 മണിക്കൂർ 10 മിനിറ്റ് നീണ്ടു. സ്ഥിരം VC നിയമനത്തിൽ ഏകപക്ഷീയമായി തീരുമാനമെടുക്കരുതെന്ന് മന്ത്രിമാർ ഗവർണറോട് ആവശ്യപ്പെട്ടു. സമവായത്തിലൂടെ നിയമനം നടത്തണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം നടപ്പിലാക്കണമെന്ന സർക്കാർ നിലപാടും മന്ത്രിമാർ ഗവർണറെ അറിയിച്ചു. കേരള ഉൾപ്പെടെയുള്ള സർവകലാശാലകളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും മന്ത്രിമാർ ഗവർണറോട് അഭ്യർത്ഥിച്ചു. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനം സുപ്രീം കോടതി നിർദ്ദേശം പാലിക്കാതെയാണെന്ന നിലപാടും ഗവർണറെ അറിയിച്ചു. കേരള സർവകലാശാല പ്രതിസന്ധിയിൽ പ്രതികരിക്കാനില്ലെന്നും എല്ലാവരും നിയമത്തെ ബഹുമാനിക്കണമെന്നുമായിരുന്നു വിവാദങ്ങൾക്ക് തുടക്കമിട്ട മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണം. It will not be proper for me to make any comment. I only wish that we all respect law. അതേസമയം സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എടുത്തതെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മന്ത്രിമാർക്ക് മറുപടി നൽകി. സർവകലാശാലകളിലെ പ്രശ്നപരിഹാരത്തിനായി നേരത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറെ കണ്ടിരുന്നു. എന്നാൽ അതിനുശേഷവും ഗവർണർ സമവായത്തിന് തയ്യാറായിരുന്നില്ല. സർവകലാശാലകളിൽ മുതിർന്ന വിദ്യാഭ്യാസ വിദഗ്ധരെ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നാണ് സർക്കാർ നിലപാട്. ഇതിലൂടെ ഗവർണറുമായി സമവായ പാതയിൽ എത്താമെന്നും സർക്കാർ കണക്കുകൂട്ടുന്നു. അതിനിടെ കേരള സർവകലാശാലയുടെ ഭരണകാര്യങ്ങളിൽ സിൻഡിക്കേറ്റ് ഇടപെടരുതെന്ന് VC നിയോഗിച്ച രജിസ്ട്രാറുടെ ചുമതലയുള്ള ഡോക്ടർ മിനി കാപ്പൻ സർക്കുലർ ഇറക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തെ വല്ലാതെ മിസ് ചെയ്യുന്നതായി ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. താൻ കേരളത്തിൽ നിന്നും പോയെങ്കിലും കേരളം ഒരിക്കലും തന്നിൽ നിന്ന് പോകുന്നില്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നു. കവടിയാർ കൊട്ടാരം സന്ദർശിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്ക്. Very much. I have gone from Kerala, but Kerala will never go away from me. That's why you come here for this visit? Yes, and I will come again. പാർട്ടിയിലെയും മന്ത്രിസഭയിലെയും യുവ നേതാക്കളുടെ പ്രകടനം ശരാശരി മാത്രമെന്ന മുൻ മന്ത്രി G. സുധാകരൻ. ഇത് തൻ്റെ മാത്രം അഭിപ്രായമല്ലെന്നും പൊതുജന വികാരമാണെന്നും സുധാകരൻ പറയുന്നു. ദി ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സുധാകരൻ്റെ വിമർശനം. പൊതുമരാമത്ത് വകുപ്പിനെതിരെയും സുധാകരൻ്റെ ഒളിയമ്പുണ്ട്. പദവികളിൽ നിന്നൊഴിഞ്ഞതോടെ സർക്കാരിനും CPM-നുമെതിരെ നിരന്തര വിമർശനം ഉന്നയിക്കുന്ന G. സുധാകരന്റെ പുതിയ ഇരകൾ CPM-ലെയും സർക്കാരിലെയും യുവ നേതാക്കളാണ്. പാർട്ടിയിലും സർക്കാരിലും ധാരാളം യുവാക്കളുണ്ടെങ്കിലും അവരിൽ ഒരാൾക്ക് പോലും ശരാശരിക്ക് മുകളിൽ മാർക്ക് സുധാകരൻ നൽകുന്നില്ല. അത് തന്റെ മാത്രം അഭിപ്രായമല്ല, പൊതുജനങ്ങളും അങ്ങനെ കരുതുന്നു എന്നുകൂടി സുധാകരൻ പറഞ്ഞു വയ്ക്കുന്നു. അസാധാരണ പ്രകടനം എന്ന് പറയാൻ കഴിയുന്ന ഒന്നും എടുത്തുകാട്ടാനില്ലെന്നും സുധാകരന്റെ വിമർശനം. താൻ കൂടി ഉൾപ്പെട്ട സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനമാണ് പ്രായപരിധി നിബന്ധന. അത് എന്തിനു വേണ്ടിയെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്നും സുധാകരൻ. പൊതുമരാമത്ത് വകുപ്പിനെതിരെയും സുധാകരന്റെ പരോക്ഷ വിമർശനമുണ്ട്. താൻ വകുപ്പേറ്റെടുത്തപ്പോൾ സർവത്ര അഴിമതിയായിരുന്നു. ശക്തമായ നടപടികളിലൂടെ അത് തടഞ്ഞു. മുൻ പൊതുമരാമത്ത് മന്ത്രിയെ ഉൾപ്പെടെ ജയിലിലടച്ചു. എന്നാൽ 2021 ശേഷം അത്തരം ശക്തമായ നടപടികൾ എടുക്കുന്നതായി തോന്നുന്നില്ലെന്നാണ് മുഹമ്മദ് റിയാസിനെതിരെയുള്ള ഒളിയമ്പ്. CPM-ന്റെ ബ്രാഞ്ച് അംഗം മാത്രമായ തന്നെ അധികാരത്തിലുള്ള പാർട്ടിയടക്കം സമീപിച്ചിരുന്നു. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ചിലർ പദവികളും വാഗ്ദാനം ചെയ്തു. എന്നാൽ സ്കൂൾ കാലം മുതൽ കമ്മ്യൂണിസ്റ്റായ താൻ ജീവിതാവസാനം വരെ അങ്ങനെ തന്നെ തുടരുമെന്നും സുധാകരൻ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.
കുക്കു പരമേശനെതിരെ നടി പ്രിയങ്ക നടിമാരുടെ മൊഴി ചിത്രീകരിച്ച മെമ്മറി കാർഡ് പുറത്തുവിടാൻ കുക്കു തയ്യാറാവണം. കുക്കു വിളിച്ച യോഗത്തിൽ ചിലർ പറഞ്ഞ കാര്യങ്ങൾ താൻ പിന്നീട് പുറത്തുനിന്ന് കേട്ടു. മെമ്മറി കാർഡ് നഷ്ടമായെന്നാണ് നിലപാടെങ്കിൽ അത് കണ്ടെത്തണമെന്നും പ്രിയങ്ക വ്യക്തമാക്കി. ഈ സംഭവം നടക്കുമ്പോൾ എന്നെ അടക്കം വിളിച്ചപ്പോൾ കുക്കു തന്നെയാണ് എന്നെയൊക്കെ വിളിച്ചിട്ടുള്ളത്. കുക്കു വിളിച്ച അടിസ്ഥാനം മഞ്ജുപിള്ളി ഉണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇത്രയാണ്: മീറ്റു പോലുള്ള സംഭവങ്ങൾ ഇനിയും കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ശക്തമായി ഇതിനെതിരെ സ്ത്രീകൾ മുന്നോട്ട് വരണം. ഞാൻ എന്ത് കാര്യത്തിനും മുന്നോട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതിനൊക്കെ ഏതൊക്കെ സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ആ മെൻറ്റാലിറ്റിയുള്ള ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ആദ്യം വിളിച്ചത് പൊന്നൂസ് എന്ന് പറഞ്ഞാൽ പൊന്നമ്മ ബാബുവിനെയാണ് വിളിച്ചത്. പൊന്നൂസ് ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ വേണ്ടത്? ഞാൻ പോകുന്നുണ്ട് പ്രിയങ്ക, നമ്മൾ എറണാകുളത്തുള്ളവരല്ലേ, നമുക്ക് പോകാം. ആ ഹാർഡ് ഡിസ്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ സാധനം നമുക്ക് കിട്ടണം, നമുക്കത് കണ്ടിരിക്കണം. നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാൻ ഇത് വെറുതെ കളയേണ്ട ഒരു കാസറ്റോ അല്ലെങ്കിൽ വേറൊരു സാധനമോ ത്രൂ വലിച്ചെറിയേണ്ട സാധനമല്ല ഇത്. ഓരോരുത്തരുടെ മനസ്സിനകത്തുനിന്ന് സങ്കടം കൊണ്ട് വന്നിരിക്കുന്ന കുറേ കരഞ്ഞു പറഞ്ഞ വാക്കുകളാണ്. അത് നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ അത് നമ്മളെപ്പോലുള്ളവർക്ക്, ഞാൻ അതിനകത്ത് ഉണ്ടായിരുന്നുകൊണ്ട് ചിലപ്പോൾ ഞാൻ അതിനകത്ത് ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇത്രയും മോശമായിട്ട് സംസാരിക്കാൻ വരികയില്ല. ചേർത്തലയിൽ നിന്നും കാണാതായ ആ സ്ത്രീകൾ എവിടെ? ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ സ്ത്രീകളുടെ തിരോധാന കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സൈക്കോ കില്ലർ എന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യനെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ച് നാളെ തെളിവെടുപ്പ് നടത്തും. സെബാസ്റ്റ്യനുമായി ബന്ധമുള്ള കൂടുതൽ ഇടങ്ങളിലും തെളിവെടുപ്പ് ഉണ്ടാകും. ചേർത്തലയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണാതായ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൽ നിർണായകമായൊരു വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. നാളെ ഇപ്പോൾ ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സെബാസ്റ്റ്യൻ്റെ വീടും പരിസരവുമെല്ലാം തന്നെ നാളെ പരിശോധിക്കുകയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും നിർണായകമായ ഒരു പരിശോധന ഇതായിരിക്കും. പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യൻ്റെ വീടും അതിൻ്റെ പരിസരങ്ങളുമെല്ലാമാണ്. ഈ വീട്ടിൽ തന്നെ വളരെയധികം നിഗൂഢതകളുടെ ഒരിടം എന്ന രീതിയിൽ തന്നെയാണ് പരിസരത്തുള്ളവരെല്ലാം തന്നെ ഇതിനെ പറയുന്നത്. കാരണം വല്ലപ്പോഴും ഇവിടേക്ക് എത്തുക, ഇയാൾ പലപ്പോഴും ഇതിനെ അവിടേക്ക് വരാറുണ്ട് എന്നെല്ലാം തന്നെ പറയുന്നു. ഈ പരിസരം ആകെ കാട് പിടിച്ച് കിടക്കുന്ന, ഇതിനകത്ത് നിരവധി കുളങ്ങളുള്ള, അങ്ങനെ ആ പരിസരത്തുള്ളവരാരും തന്നെ ഇങ്ങോട്ട് വരാത്തൊരിടമാണ് ഇത്. ഇതിനകത്തു നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ പോലീസിന് ഒരു കുഴിക്കകത്ത് നിന്ന് അസ്ഥികൾ കരിഞ്ഞ രീതിയിൽ കണ്ടെത്താനായിട്ട് സാധിച്ചത്. അത് മനുഷ്യൻ്റെ അസ്ഥികൾ എന്നതടക്കം സ്ഥിരീകരിക്കുന്നതോടൊപ്പം തന്നെ ഈ കേസിലെ ഏറ്റവും നിർണായക തെളിവ് എന്ന രീതിയിലെല്ലാം തന്നെ പറയാവുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ DNA പരിശോധനയടക്കം നടത്തേണ്ടതുണ്ട്. നിലവിൽ ജൈനമ്മ, അതോടൊപ്പം തന്നെ ബിന്ദു പത്മനാഭൻ, ഒപ്പം ഐഷ, ഈ 3 പേരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾക്ക് നേരിട്ട് ബന്ധമുള്ളതായിട്ട് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ബിന്ദു പത്മനാഭൻ്റെ സ്വത്തുവകകൾ തട്ടിയെടുത്ത് എന്നുള്ളൊരു പരാതിയിൽ ഇയാൾ 1-ാം പ്രതിയാണ്. അത് വളരെ നേരത്തെ 2016 രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളൊരു കേസാണ്. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾക്കെതിരെ 4 കേസുകൾ ഇയാൾക്കെതിരെ എടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നീട് 2024 ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് വരുന്നത്. അവരുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ അടക്കം അവസാനം ഇവിടെയാണ് എത്തിയത്. ആ അന്വേഷണമാണ് പിന്നീട് ബിന്ദു പത്മനാഭൻ്റെ തിരോധാനത്തിലേക്ക് വരുന്നത്. പിന്നീട് 3-മതൊരാൾ കൂടി ഐഷ, അവരെ കാണാതായത് കൂടി ഈ കേസിലേക്ക് വരികയും ചെയ്യുന്നു. ഇപ്പോൾ സിന്ധു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കാണാതായലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിലും കൃത്യമായൊരു പങ്ക് ഇയാൾക്കുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുകയും ചെയ്യുന്നത്. എന്തായാലും ഈ പരിസരത്ത് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകൾ അത് നിലനിൽക്കുകയാണ്. ഇവിടെ ആളുകൾ, ഈ പരിസരവാസികളും അത് തന്നെ പറയുന്നുണ്ട്. ഇയാളെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നും നേരത്തെയും തന്നെ ഇവിടെ സുഹൃത്തുക്കൾക്കോ ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. കോർട്ട് ഓർഡർ പറയാൻ സെർച്ചിന് വന്നത്, സെർച്ചിന് വന്ന അകത്ത് കയറി പരിശോധിച്ച് അകത്തേക്ക് കയറി ഡൈനിങ് ടേബിളെ കോണ്ടം കിടക്കുന്നത്. അപ്പോൾ ആ ക്രൈംബ്രാഞ്ചിൽ പിന്നെ ഒരു ഓഫീസർ എടുത്തിട്ട് എന്താണ് സെബാസ്റ്റ്യൻ ഇപ്പോൾ ഈ പണി നിർത്തിയിട്ടില്ലെന്നോട് ചോദിച്ചു. അപ്പോൾ അവൻ കാരണം ഇപ്പോഴത്തെ ഒരു ഭാഗത്തിന് അന്ന് നിസ്സംഗനായത് കേട്ട് നിന്നാലാണ് വീടൊന്ന് വൃത്തിയില്ലാതെ കിടക്കുന്നത്. അപ്പോൾ അന്ന് സുരേഷ് എന്ന് പറഞ്ഞ ചോദിച്ചു ക്രൈംബ്രാഞ്ചിൽ നിന്ന്. പുള്ളി വെച്ച് നേരം നിനക്ക് ഒന്ന് വൃത്തിയായി ജീവിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പിന്നെ സാർ പറഞ്ഞ സാറിനായിരുന്നു, ഇവൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ വരുന്നത്, വീട് ഇതിനേക്കാൾ കഷ്ടമാണ് അവിടെ ഏറ്റുമാനൂർ, ഇവിടെ വൃത്തിയില്ല. അപ്പോൾ കുറേയൊക്കെ എടുത്തായിരുന്നു. അവർക്ക് കിട്ടിയെന്നൊരു ഫോണാണ്. സാധാരണ നമ്മൾ പിന്നെ മാനുവലായിട്ട് ഉപയോഗിച്ചിരുന്ന ഫോൺ, അതിനൊരു സിമ്മൊന്നും ഇല്ലായിരുന്നു. സെർച്ചിൽ കിട്ടിയ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ആരുടെയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ ആദ്യം ഒന്നും പറഞ്ഞില്ല. പിന്നെ നിനക്ക് അറിയില്ലാന്ന് ചോദിച്ചാൽ എൻ്റെതാണെന്ന് തോന്നുന്നു എന്ന് മാത്രമേ പറഞ്ഞു.
പിന്നെ അവർ അവിടെ തപ്പിപ്പെറുക്കിയിട്ട് ഡയറിക്ക് എന്തൊരു പേപ്പർ എടുക്കുന്നുണ്ട്. ഒരു 1-2 മണിക്കൂർ അവിടെ നിന്ന് മൊത്തം വലിച്ചു പെറുക്കി പോവുകയും ചെയ്തു. എന്തായാലും ഈ കേസിലെ ഏറ്റവും നിർണായകമായ നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. നാളെ വീടും പരിസരവും തന്നെ കുഴിച്ച് അടക്കമുള്ള പരിശോധനകളിലേക്ക് കടക്കും. ഇതിൽ ജിയോളജിസ്റ്റുകളുടെയും സാങ്കേതികത്വവും എല്ലാം തന്നെ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതിൽ എവിടെയാണ് ഈ വിശാലമായ പുരയിടത്തിൽ എവിടെയാണ് എങ്ങനെയാണ് ഇയാൾ അതിനെ ആരെങ്കിലും മറവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അത്തരം പരിശോധനകൾ വേണം. അതുമാത്രവുമല്ല, വീടിൻ്റെ ഈ തറയോടുകളടക്കം ഈ അടുത്ത കാലത്താണ് ഇയാൾ അതിൽ നിന്ന് മണ്ണ് മാറ്റി ഒപ്പം തന്നെ അവിടെ പുതിയ ടൈലുകളെല്ലാം തന്നെ പാകിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ കുഴിച്ചു മാറ്റി പരിശോധിക്കുക എന്ന് തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ ഒരു ഇടപെടൽ തന്നെയായിരിക്കും ഈ സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിലെ വഴിത്തിരിവാകും നാളത്തെ തെളിവെടുപ്പ് എന്ന് തന്നെയാണ് കരുതുന്നത്. പള്ളിപ്പുറത്തുനിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. പത്തനംതിട്ട പുല്ലാട് ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു. പുല്ലാട് സ്വദേശി ശ്യാമയാണ് കൊല്ലപ്പെട്ടത്. ശ്യാമയുടെ അച്ഛൻ ശശിക്കും ശശിയുടെ സഹോദരി രാധാമണിക്കും കുത്തേറ്റു. ആക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതി അജിക്കായുള്ള അന്വേഷണം തുടരുകയാണ്. പുല്ലാട്ടെ ഭാര്യ വീട്ടിലായിരുന്നു ശ്യാമയും അജിയും താമസിച്ചിരുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടെ വീട്ടിലെത്തിയ അജി ശ്യാമയെ ആക്രമിച്ചു. തടസ്സം പിടിക്കാനെത്തിയ ശ്യാമയുടെ അച്ഛൻ ശശിയെയും അച്ഛൻ്റെ സഹോദരി രാധാമണിയെയും കുത്തി വീഴ്ത്തി. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ശ്യാമയുടെ ജീവൻ രക്ഷിക്കാനായില്ല. വയറിൽ ആഴത്തിലേറ്റ മുറിവാണ് മരണകാരണം. ശശിയും രാധാമണിയും തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. നേരത്തെ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ കുടുംബ കലഹവുമായി ബന്ധപ്പെട്ട് അജിക്കെതിരെ കുടുംബം പരാതി നൽകിയിരുന്നു. ശ്യാമയും അജിയും തമ്മിൽ വീട്ടിൽ വഴക്ക് പതിവാണെന്ന് നാട്ടുകാരും പറയുന്നു. അപ്പോൾ അതുകൊണ്ട് നാട്ടുകാരങ്ങനെ ആരും ശ്രദ്ധിക്കില്ല. ഇവരെ വഴക്കുണ്ടാകുക, അങ്ങനെയുണ്ടാകുക, പിള്ളേരോട് നിലവിളിക്കുക. അതുകൊണ്ട് പിന്നെ ഇത് അങ്ങനെ ആരും ചെയ്യത്തില്ല. പിന്നെ കുത്തുണ്ടായെന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവരും വന്നപ്പോഴേക്കും ഓരോരുത്തർ വണ്ടിയൊക്കെ എത്തി കൊഞ്ചിരിക്കുന്നുണ്ട്. ആക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ട അജിക്കായി നാട്ടുകാരും പോലീസും ഇന്നലെ രാത്രി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി കോയിപ്പുറം പോലീസ് അറിയിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട. കണ്ണൂർ പയ്യന്നൂരിൽ 12 വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. പുഞ്ചക്കാട് സ്വദേശി ജയാഷിനെയാണ് പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴി വാടക ക്വാർട്ടേഴ്സിൽ എത്തിച്ചാണ് പീഡിപ്പിച്ചത്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. കുഴിച്ചെടുക്കാനുണ്ട് രഹസ്യങ്ങൾ. എന്തായാലും വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് ധർമ്മസ്ഥലയിൽ നടക്കുന്നത്. ഇത് സംബന്ധിച്ച് വളരെ ഗൗരവത്തോടുകൂടിയുള്ള അന്വേഷണം. അതോടൊപ്പം ചില എസ്റ്റേറ്റുകളിൽ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്ന ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ധർമ്മസ്ഥലയിൽ മണ്ണ് കുഴിച്ചുള്ള പരിശോധന വേഗത്തിൽ പൂർത്തിയാക്കാൻ അന്വേഷണ സംഘം മാർക്ക് ചെയ്ത 3 ഇടങ്ങളിലാണ് ഇനി പരിശോധന ബാക്കിയുള്ളത്. 10 പോയിന്റുകളിൽ പരിശോധന പൂർത്തിയാക്കിയെങ്കിലും വിശദാംശങ്ങൾ ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടില്ല. അതിനിടെ പരാതിയുമായി കൂടുതൽ പേർ അന്വേഷണ സംഘത്തെ സമീപിക്കുന്നുമുണ്ട്. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസ് അന്വേഷണം നിർണായക ഘട്ടത്തിലാണ്. മുൻ ജീവനക്കാരന്റെ വെളിപ്പെടുത്തലിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിനായുള്ള മണ്ണ് കുഴിച്ചുള്ള ആദ്യഘട്ട പരിശോധന ചൊവ്വാഴ്ചയോടെ പൂർത്തിയാകും. സാക്ഷി ചൂണ്ടിക്കാട്ടിയ 13 ഇടങ്ങളിലാണ് നിലവിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ 10 ഇടങ്ങളിലെ പരിശോധന ശനിയാഴ്ച പൂർത്തിയായി. ദേശീയപാതയോട് ചേർന്ന സ്ഥലത്തെ 2 പോയിന്റുകളും നേത്രാവതി സ്നാനഘട്ടത്തിന് സമീപമുള്ള 1 പോയിന്റിലുമാണ് പരിശോധന ബാക്കിയുള്ളത്. തെരച്ചിലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ SIT പുറത്തുവിട്ടിട്ടില്ല. പോയിന്റ് 6 നിന്ന് മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയതിൽ മാത്രമാണ് സ്ഥിരീകരണം. ഫോറൻസിക് പരിശോധനയ്ക്കയച്ച ഇവയുടെ പ്രാഥമിക പരിശോധനാ ഫലം ബുധനാഴ്ച ലഭിച്ചേക്കും. അതിനുശേഷം സംസ്ഥാന പോലീസ് മേധാവി മാധ്യമങ്ങളെ കാണാൻ ഇടയുണ്ട്. സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനായ മഞ്ജുനാഥ ഗൌഡയ്ക്കെതിരെയുള്ള അന്വേഷണവും ആരംഭിച്ചു. പരാതി പിൻവലിക്കുന്നതിനായി കേസിൽ പ്രതി ചേർക്കുമെന്ന് സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. സംഭവത്തിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തി. ബെൽത്തങ്ങാടിയിലും മംഗളൂരുവിലും ആരംഭിച്ച ഹെൽപ്പ് ഡെസ്കിലാണ് കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുള്ളത്.
KV ബൈജു, ന്യൂസ് 18, ധർമ്മസ്ഥല. ഒഡീഷയിലെ പുരിയിൽ ജീവനോടെ തീ കൊളുത്തിയ 15-കാരി മരിച്ചു. ഡൽഹി എയിംസിൽ ചികിത്സയിലിരിക്കെയാണ് പെൺകുട്ടിയുടെ മരണം. ജൂലൈ 19-നാണ് കുട്ടിക്ക് മാരകമായി പൊള്ളലേറ്റത്. സംഭവത്തിൽ ദുരൂഹതയേറുകയാണ്. കുട്ടിയെ അജ്ഞാതരായ യുവാക്കൾ തട്ടിക്കൊണ്ടുപോയി തീ കൊളുത്തുകയായിരുന്നുവെന്നാണ് അമ്മ നൽകിയ മൊഴി. എന്നാൽ കുട്ടിയെ മറ്റാരെങ്കിലും തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചതാണെന്നതിന് തെളിവില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംസ്ഥാനത്ത് വീണ്ടും കനത്ത മഴ. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വരും ദിവസങ്ങളിലും മഴ കനക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. നാളെ പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള 6 ജില്ലകളിലും ഓറഞ്ച് അലേർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. തെക്കൻ തമിഴ്നാടിനും മാന്നാർ കടലിടുക്കിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. മലയാള സാഹിത്യ സാംസ്കാരിക രംഗത്തെ മഹാവ്യക്തിത്വം MK സാനു ഇനി ഓർമ്മ. വൈകിട്ട് 4 മണിക്ക് രവിപുരം ശ്മശാനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു ചടങ്ങുകൾ നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങി നാനാമേഖലയിലെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ വാഹനാപകടത്തിൽ 11 പേർ മരിച്ചു. പൃഥ്വിനാഥ് ക്ഷേത്ര ദർശനത്തിന് പോവുകയായിരുന്ന ഭക്തരുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ബലോറോ കനാലിലേക്ക് മറിയുകയായിരുന്നു. ഇഠിയാത്തൂക്ക് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കരുമ്പാറയിലാണ് സംഭവമുണ്ടായത്. വാഹനത്തിൽ 15 പേരായിരുന്നു യാത്ര ചെയ്തിരുന്നത്. 4 പേരെ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അപകടത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് ലഷ്കർ ഭീകരൻ. പാക് അധീന കാശ്മീരിലാണ് ചടങ്ങുകൾ നടന്നത്. അതേസമയം കാശ്മീരിൽ സുരക്ഷാ സേനകളും തീവ്രവാദികളും തമ്മിൽ ഇന്നും ഏറ്റുമുട്ടലുണ്ടായി. സംഘർഷത്തിൽ 2 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരിൽ ഒരാളായ താഹിർ ഹബീബിന്റെ സംസ്കാര ചടങ്ങാണ് പാക് അധീന കശ്മീരിൽ നടന്നത്. ഇതോടെ ഭീകരാക്രമണത്തിന് പിന്നിലെ പാകിസ്ഥാൻ ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടു. റാവൽകോട്ടിലെ ഖായി ഗാലയിൽ നടന്ന ചടങ്ങിൽ ലഷ്കർ കമാൻഡർ റിസ്വാൻ ഹനീഫും പങ്കെടുത്തു. എന്നാൽ ലഷ്കർ പ്രതിനിധികൾ പങ്കെടുക്കുന്നത് താഹിറിന്റെ കുടുംബം വിലക്കിയിരുന്നു. ഇത് മറികടന്ന് ഹനീഫ് ചടങ്ങിനെത്തിയതോടെ തർക്കമുണ്ടാവുകയും സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു. വിലാപയാത്രയ്ക്കെത്തിയ പ്രദേശവാസികളെ ലഷ്കർ ഭീകരർ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തിയതായും റിപ്പോർട്ടുണ്ട്. ഭീകരവാദ റിക്രൂട്ട്മെന്റുകളെ എതിർത്ത് ഇവിടെയുള്ളവർ അടുത്തിടെ പൊതുബഹിഷ്കരണം ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു. ഇതിനിടെ കശ്മീരിൽ ഭീകരവാദികളും സുരക്ഷാസേനയും തമ്മിൽ ഇന്നും വെടിവെപ്പുണ്ടായി. സംഘർഷത്തിൽ 2 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. ഒരു തീവ്രവാദിയെ ഗുരുതരമായ പരിക്കുകളോടെ സേന കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒരു സൈനികനും പരിക്കേറ്റതായാണ് വിവരം. കുൽഗാം ജില്ലയിലെ അഖൽ വനമേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ. ഇവിടെ തീവ്രവാദികൾ തമ്പടിച്ചിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈന്യം വെള്ളിയാഴ്ച മുതൽ തെരച്ചിൽ നടത്തിവരികയായിരുന്നു. ശനിയാഴ്ചയും മേഖലയിൽ 2 തീവ്രവാദികളെ സൈന്യം വധിച്ചിരുന്നു. ഇതിൽ ഒരാൾ പുൽവാമയിലെ ഹാരിസ് നസീർ എന്ന ഭീകരനാണെന്ന് സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അമേരിക്കയുടെ പുതിയ താരിഫ് നയത്തിൽ ഡൊണാൾഡ് ട്രംപിനോട് പരസ്യ ഏറ്റുമുട്ടൽ വേണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യക്കാർ സ്വദേശി മുന്നേറ്റത്തിന് തയ്യാറെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ മാറ്റം വരുത്തില്ലെന്നുമാണ് വിവരം. പുതിയ താരിഫ് നയവുമായി ബന്ധപ്പെട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി തുടരുമ്പോൾ പരസ്യ ഏറ്റുമുട്ടൽ വേണ്ടെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. വ്യാപാര കരാറിൽ ഇന്ത്യ സംയമനം പാലിക്കുമെന്നും സൂചനയുണ്ട്. ഇതിന്റെ ഭാഗമായി കൂടുതൽ ഉൽപ്പന്നങ്ങളെ വ്യാപാര കരാറിന്റെ ഭാഗമാക്കും. ഇളവ് നൽകാവുന്ന കൂടുതൽ ഉൽപ്പന്നങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകി. അമേരിക്കയിൽ നിന്ന് കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനും ആലോചനയുണ്ട്. എന്നാൽ കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിലാണ് ഇന്ത്യ.
അമേരിക്കയുമായി 6ാം ഘട്ട വ്യാപാര ചർച്ചകൾ ഓഗസ്റ്റ് പകുതിയോടെ നടക്കുമെന്നാണ് വിവരം. അതേസമയം ട്രംപിന്റെ പകരച്ചുങ്കത്തിന് മറുപടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വദേശി മുന്നേറ്റത്തിന് ആഹ്വാനം ചെയ്തു. തന്റെ മണ്ഡലമായ വാരണാസിയിൽ നടന്ന ഒരു റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ ഓരോ പൗരനും ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്ന് മോദി ആവശ്യപ്പെട്ടു. हम स्वदेशी का संकल्प लें. अब हम कौन सी चीजों को खरीदेंगे, कौन से तराजू से तोलेंगे? मेरे भाइयों बहनों, मेरे देशवासियों, अब हम कुछ भी खरीदें तो एक ही तराजू होना चाहिए. हम उन चीजों को खरीदेंगे जिसे बनाने में किसी न किसी भारतीय का पसीना बहा है. ട്രംപിന്റെ ഡെഡ് എക്കോണമി പരാമർശത്തിന് മറുപടിയായി ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇതിനിടെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ നിന്നും രാജ്യം പിന്നോട്ട് പോയില്ല. രാജ്യാന്തര വിപണിയിൽ ലഭ്യമായ എണ്ണയുടെ വിലയെയും ആഗോള സാഹചര്യത്തെയും അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യ എണ്ണ വാങ്ങുക എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയിൽ ക്രൂഡ് ഓയിൽ ലഭ്യമാകുന്നതാണ് ഇന്ത്യയിലെ എണ്ണവില നിയന്ത്രിക്കുന്നതിൽ ഉൾപ്പെടെ നിർണായകമായ ഘടകം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ ശനിയാഴ്ച മാത്രം 62 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 38 പേർ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ ക്യൂ നിൽക്കുന്നതിനിടെയാണ് കൊല്ലപ്പെട്ടത്. US കരാറുകാരായ GSFിൻ്റെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിലായിരുന്നു ആക്രമണമുണ്ടായത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പട്ടിണി കാരണം 7 പേരാണ് ഇവിടെ മരണപ്പെട്ടത്. ഇതോടെ ഗാസയിലെ ആകെ പട്ടിണി മരണം 169ആയി. ഇതിൽ 93 പേർ കുട്ടികളാണ്. ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യും. ഇയാൾക്ക് ദുരൂഹ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഈ നടപടി. ഓഹരി വിപണിയിൽ ശേഖർ കുമാർ കോടികൾ ഇറക്കിയതായും സംശയമുണ്ട്. കേസിൽ കൂടുതൽ ED ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. മകളുടെ പിറകെ നടന്ന് ശല്യപ്പെടുത്തിയത് ചോദ്യം ചെയ്ത പിതാവിൻ്റെ ഓട്ടോറിക്ഷ കത്തിച്ചു. പാലക്കാട് മേപ്പറമ്പിലാണ് സംഭവമുണ്ടായത്. മേപ്പറമ്പ് സ്വദേശിയുടെ ഓട്ടോറിക്ഷയാണ് കത്തിച്ചത്. പ്രദേശവാസിയായ ആഷിഖ്, ഇയാളുടെ സുഹൃത്ത് ഷെരീഫ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് ഓട്ടോറിക്ഷ കത്തിച്ചത്. 15 വയസ്സുള്ള മകളെ ശല്യം ചെയ്തത് റഫീഖ് ചോദ്യം ചെയ്തിരുന്നു. ഓട്ടോ കത്തിച്ചതോടെ കുടുംബത്തിലേക്കുള്ള ഏക വരുമാന മാർഗമാണ് ഇല്ലാതായത്. പാലക്കാട് കടമ്പഴിപ്പുറത്ത് വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു. കുരുവമ്പാടം സ്വദേശി അശ്വിനാണ് മരിച്ചത്. ഇന്ന് രാവിലെ 8 മണിയോടെ മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ കടമ്പഴിപ്പുറം കനാൽ പാലത്തിന് സമീപത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത്. അശ്വിൻ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ കാർ ഇടിക്കുകയായിരുന്നു. മനുഷ്യാവകാശ പരിസ്ഥിതി പ്രവർത്തകനും ചിന്തകനുമായ VB അജയകുമാർ അന്തരിച്ചു. പുലർച്ചെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 48 വയസ്സായിരുന്നു. ഉച്ചയ്ക്ക് 1 മുതൽ വൈകിട്ട് 4 മണി വരെ കൊടുങ്ങല്ലൂരിലെ വസതിയിൽ പൊതുദർശനം വെച്ചു. പിന്നീട് സംസ്കാര ചടങ്ങുകൾ നടന്നു.